ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഏറെ പ്രാർത്ഥനയോടെയും വചന കേൾവിക്കായിട്ട് കാത്തിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കായിത്തീരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നമ്മളേറെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്ത ഒരു വേദഭാഗമാണത്. ആ ദിവസം തന്നെ അവരിൽ 2 പേർ എമ്മവോസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അത് യെരുശലേമിൽ നിന്ന് 60 സ്ഥാതി അകലെയായിരുന്നു. ഇവിടെ 24-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ആ ദിവസം തന്നെ അവർ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമോവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. എമോവോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചൂടുള്ള അരുവീന. ആരാണ് 2 പേര്? കർത്താവിൻ്റെ കൂടെ ആയിരുന്ന 2 ശിഷ്യന്മാരാണ്. നമുക്കറിയാം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ അധികം നാളുകൾ ഉണ്ടായിരുന്നില്ല. 3 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയുടെ കൂടെ യേശുവിൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു, അടുത്ത ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തനങ്ങൾ, രോഗശാന്തികൾ, ആശ്വാസം, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, അങ്ങനെ എല്ലാം നമുക്കറിയാം. യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളെല്ലാം അറിയാം. വിശന്നിരുന്നവർക്ക് അപ്പം കൊണ്ടും, ദാഹിച്ചിരിക്കുന്നവർക്ക് വെള്ളം കൊണ്ടും, ആത്മാവിൽ ദാഹിച്ചിരിക്കുന്നവർക്ക് ആത്മാവിൻ്റെ വർഷം കൊണ്ടും ഒക്കെയും വളരെ സമൃദ്ധിയോടെ സന്തോഷത്തോടെ യേശുവിൻ്റെ കൂടെ ആയിരുന്ന കുറച്ച് ശിഷ്യന്മാർ. എന്നാൽ യേശുവിൻ്റെ പീഡാനുഭവം, കഷ്ടാനുഭവം, മരണം, ഖബറടക്കം, ഈ അവസ്ഥകളിലൂടെ കടന്നുപോയ ഒറ്റ ചേർന്നിരുന്ന കുറച്ച് ശിഷ്യന്മാരുണ്ട്. ആ വേദനയിലൂടെ കടന്നുപോയ കുറച്ച് ശിഷ്യന്മാർ, സാധാരണക്കാരെ കൂടാതെ. ആ ശിഷ്യന്മാരിൽ 2 പേരുണ്ടായിരുന്നു. ആ 2 പേരാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെസഹായിൻ്റെ നമുക്കറിയാം, ആ ഭാഗം വായിക്കുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, പെസഹ പെരുന്നാളിന് കടന്ന സമയത്ത്, പെസഹ പെരുന്നാളിൻ്റെ സമയമാണ് യേശുവിൻ്റെ ക്രൂശാടനം നടക്കുന്നതും പീഡാനുഭവം നടക്കുന്നതും ഒക്കെ നമുക്ക് വായിച്ച് നമുക്കറിവുണ്ട്. വലിയ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ യേശുവിൻ്റെ കൂടെ ആയിരുന്ന ആളുകൾ പെസഹ പെരുന്നാൾ ആഘോഷിച്ച്, അല്ലെങ്കിൽ ആ ആഘോഷവേളയിൽ തൻ്റെ പ്രിയപ്പെട്ടവരായിരുന്ന യേശു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുകയും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുകയും വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ വളരെ ആശ്വാസത്തോടെ കൂടിയിരുന്ന ഒരാൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ആ ശിഷ്യന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അതിദാരുണമായി ആ സമയങ്ങളിൽ കൊല്ലപ്പെടുകയും പീഡനം അനുഭവിക്കുകയും മരിക്കുകയും ഖബറെടുക്കുകയും ചെയ്ത വേദനയിൽ നമുക്കറിയാം, നമ്മുടെ കൂടെ നടന്ന ഒരു പ്രിയപ്പെട്ട ഒരാൾ, അത് നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കളാവാം, സഹോദരങ്ങളാവാം, പ്രിയപ്പെട്ടവരെ ആരുമായിക്കോട്ടെ, ഉറ്റ സുഹൃത്തായിട്ട് ഇരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളിൽ നിന്നും മാറിപ്പോകുമ്പോൾ, ഈ ലോകം വിട്ടു പോകുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷം എത്രമാത്രം ആയിരിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ചിലർക്ക് അനുഭവം ഉണ്ടാവാം, ചിലർക്ക് പെട്ടെന്നുള്ള ഭർത്താവിൻ്റെ മരണം, ഭാര്യയുടെ മരണം, മക്കളുടെ വേർപാടുകൾ, മാതാപിതാക്കളുടെ വേർപാടുകളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 2 ശിഷ്യന്മാരാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ആ ദിവസം തന്നെ, ഏത് ദിവസം? യേശുവിൻ്റെ ക്രൂശീകരണം നടന്ന ആ ദിവസം, അല്ലെങ്കിൽ ഖബറടക്ക ദിവസം, ദുഃഖവെള്ളിയാഴ്ച ദിവസം. ആ ദിവസം തന്നെ അവർ 2 പേർ ജെറുസലേമിൽ നിന്നും ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമോവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ദിവസം അല്ലേ? ഏകദേശം കണക്കനുസരിച്ച് പറയുമ്പോൾ 11 കിലോമീറ്റർ ഉണ്ടെന്നാണ്. ജെറുസലേമിൽ നിന്നും 11 കിലോമീറ്റർ ഉണ്ട് എന്നാണ്, എമോവോസിലേക്കുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ആ 2 പേർ? അറിയോ ആരാണ് ആ 2 പേരെന്ന്? അതിൽ ഒരാളുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ. അവരിൽ ക്ലയോപ്പോസ് എന്ന പേരായവൻ അവനോട് ചോദിച്ചു, മതി, അതിൽ 2 പേരിൽ ഒരാൾ
ആരാണ്? ക്ലെയോപ്പാസ്. യേശുവിൻ്റെ ശിഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ക്ലെയോപ്പാസിനെ കുറിച്ച് പറയുമ്പോൾ 3-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമനുസരിച്ച്, വേദപണ്ഡിതന്മാരുടെ പഠിപ്പിക്കലനുസരിച്ച് ക്ലെയോപ്പാസ് യൗസേപ്പ് പിതാവിൻ്റെ ഇളയ സഹോദരനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇളയ സഹോദരൻ അഥവാ യേശുവിൻ്റെ കൊച്ചപ്പൻ അല്ലേ, കൊച്ചപ്പൻ എന്നൊക്കെ പറയും. യേശുവിൻ്റെ കൊച്ചപ്പനായിരുന്നു ക്ലെയോപ്പാസ്. അപ്പം ക്ലെയോപ്പാസ് ആണ് ആ 2 പേരിൽ ഒരാൾ, യൗസേപ്പ് പിതാവിൻ്റെ ഇളയ സഹോദരൻ. അതിൽ രണ്ടാമത്തെ ആള് ക്ലെയോപ്പാസിൻ്റെ ഭാര്യ ആയിരുന്നു എന്ന് പറയുന്നു. എമ്മോസിലേക്ക് അവർ പോകുന്നത്, ജെറുസലേമിലേക്ക് പെസഹ പെരുന്നാൾ ആഘോഷിക്കാനാണ് അവർ വന്നത്. തിരിച്ചവർ പോകുന്നത് അവരുടെ ഭവനത്തിലേക്കാണ്, അവരുടെ വീട്ടിലേക്കാണ് അവർ തിരിച്ചു പോകുന്നത്. ആരൊക്കെയാണ്? ക്ലെയോപ്പാസും ഭാര്യയും. പെസഹ പെരുന്നാളൊക്കെ കഴിഞ്ഞ്, യേശുവിൻ്റെ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞ്, കാരണം യേശുവിനെ അത്രമാത്രം അവർക്കറിയാം. യേശുവിൻ്റെ കൂടെ നടന്നവരാണ്, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടതാണ്, എല്ലാം അറിയാം. പക്ഷെ വളരെ വേദനയോടെ, സങ്കടത്തോടെ, പ്രയാസത്തോടെ പെട്ടെന്നുള്ള അവരുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ പ്രിയൻ്റെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അവരുടെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണവാർത്ത അല്ലെങ്കിൽ ആ ഒരു വേർപാട്, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് വേദനിച്ചവർ കടന്നുപോയി അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യാശയില്ലാതെ ഇനി അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമോ? ഇല്ല. യേശുവിനെ പിന്നെ അവർക്ക് കാണാൻ പറ്റുമോ? ഇല്ല. സാധാരണ രീതിയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അത് വിശ്വസിക്കുവാൻ അവർക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ശിഷ്യന്മാർക്കോ സാധിച്ചില്ല. അടുത്തുള്ള ശിഷ്യന്മാർക്ക് പോലും അത് വിശ്വസിക്കുവാനായിട്ട്, അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. പിന്നെ എങ്ങനെ ഈ ഇളയച്ചനും ഭാര്യയ്ക്ക് സാധിക്കും? ഇല്ലേ? നമ്മളെപ്പോലെയൊക്കെ ചിന്തിച്ചു, വെറുതെ പറഞ്ഞതായിരിക്കാം അല്ലേ? ആ രീതിയിൽ ചിന്തിച്ച് അവരുടെ പ്രിയപ്പെട്ടവൻ്റെ വേർപാട് ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ ജെറുസലേമിൽ നിന്നും അവരുടെ ഭവനമാവുന്ന എമ്മോസിലേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. 11 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം ഏകദേശം 11 കിലോമീറ്റർ ഉണ്ടെങ്കിൽ എത്ര ദൂരം നമ്മൾ നടക്കണമല്ലേ? ആ 11 കിലോമീറ്റർ നടക്കാൻ കുറേ താമസമുണ്ട്. അപ്പം ഈ നടന്നു പോകുന്ന സമയത്ത് ഇനിയിപ്പം ക്ലെയോപ്പാസിൻ്റെ ഭാര്യയാണോ എന്ന് നമുക്കറിയണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യം. യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുക്കൽ തൻ്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലെയോപ്പായുടെ ഭാര്യ മറിയവും ഉണ്ടായിരുന്നു. അവിടെയാണ് ക്ലെയോപ്പാസിന്റെ ഭാര്യയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരൊക്കെ ഉണ്ടായിരുന്നു? കുരിശിന്റെ ചുവട്ടിൽ യേശുവിന്റെ അമ്മയുണ്ടായിരുന്നു, അമ്മയുടെ സഹോദരി അല്ലെങ്കിൽ ക്ലെയോപ്പാസിന്റെ ഭാര്യ മറിയവും ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലെയോപ്പാസിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ക്ലെയോപ്പാസിന്റെ ഭാര്യ. നമുക്ക് അങ്ങനെ മാനിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പഠിക്കാം, അങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കാം. ആ 2 പേരാണ് ആ ശിഷ്യന്മാർ 2 പേര്. അവർ 2 പേർ, ഭാര്യയും ഭർത്താവുമായ ആ 2 പേരാണ് യേശുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു പോയി. ഇനി 24-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് കയറി വരാം. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഏത് സംഭവങ്ങളെക്കുറിച്ച്? എന്ത് സംഭവങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ട് വന്നേ? യേശുവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ച്, യേശു അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച്, അഭിമാനത്തെക്കുറിച്ച്, നഗ്നതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടതിനെക്കുറിച്ച്, അവൻ ചമ്മട്ടി കൊണ്ട് അടിച്ചതിനെക്കുറിച്ച് അവരെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ് അല്ലേ? എല്ലാം യേശുവിൻ്റെ പീഡാനുഭവങ്ങളും യേശുവിനെ ചോദ്യം ചെയ്യുന്നതും എല്ലാം ഇവരൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടാണ് അവർ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കണേ? യേശുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇവരുടെ കൂടെ ആര് വന്നത്? യേശു വന്നത്. നമ്മൾ ആരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിനെ കുറിച്ചാണോ? ആണോ?
യേശുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, അത് ഭവനമായിട്ട്, വേറെ എവിടെ സ്ഥലങ്ങളായിട്ട്, സമൂഹമാവട്ടെ, പള്ളിയാവട്ടെ, എവിടെയായിരിക്കട്ടെ, യേശു നമ്മുടെ കൂടെ വേണമെങ്കിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് മാത്രമേ യേശു ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സാഹചര്യം, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആരെക്കുറിച്ച് സംസാരിക്കുന്നു, എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കർത്താവ് കേൾക്കണില്ല, എന്നും പരാതിയും പരിഭവം, ഞാൻ പറയണ മാത്രം കർത്താവ് കേൾക്കുന്നില്ല, ഇല്ലേ, ഞാൻ ചോദിക്കുന്നത് മാത്രം എനിക്ക് തമ്പുരാൻ തന്നില്ല. എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാൻ ഇടവരണം. നമ്മുടെ മക്കളുടെ യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരണം. കർത്താവിൻ്റെ സത്യത്തിൽ നമ്മുടെ മക്കൾ വളരണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം അവരോട്. മക്കൾ തെറ്റിപ്പോകുന്നതിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ദൈവത്തെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവരൊരു കാരണവശാലും തെറ്റിപ്പോകത്തില്ല. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തെളിക്കേണ്ട വഴിയിലൂടെ തെളിക്കുകയും പോവുകയും ചെയ്തില്ല എങ്കിൽ നമ്മൾ വീണുപോകും. പല വഴികളിലും വീണു പോയിട്ടുണ്ട്. തിരിച്ചു കയറി വന്നുകൊണ്ടിരിക്കുക, പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും പല വഴികളിലും വീണു പോകുന്നുണ്ട്. പിന്നെയും അവിടെ നിന്ന് എണീറ്റ് തമ്പുരാൻ വഴിക്ക് നടക്കുന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെയും വീഴും, പിന്നെയും എഴുന്നേൽക്കും. എങ്കിലും ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. നിരന്തരമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആരും പൂർണ്ണരല്ല. അവൻ്റെ തിരുമുഖം കാണുന്ന നിമിഷം വരെ നമ്മൾ പൂർണ്ണരല്ല. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വേഗം പോകട്ടെ. 24-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. വേഗം, ഏത് കാര്യത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്? 19-ാമത്തെ വാക്യം നോക്കിക്കേ. അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ അവർ പറഞ്ഞു? ആരാ ചോദിച്ചത്? യേശുവാണ് ചോദിച്ചത്, അല്ലേ? യേശുവാണ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഏത് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്? താഴേക്ക്, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. നസ്രായനായ യേശുവിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ വന്നേക്കണേ? യേശു. അതവർക്കറിയോ? ഇല്ല. അപ്പോൾ ഒരു അന്യനെ പോലെ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, യേശുവിനെ, നസ്രയനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. അവർക്കറിയുന്ന ആ യേശുവിനെ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുക. ആ വ്യക്തിക്ക് അറിയില്ലേ ഇതെല്ലാം? അറിയോ? കൂടെയുള്ള ആൾക്കറിയോ ഇവരാരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും എന്താ സംസാരിക്കുന്നതെന്നും കൂടെ വന്നൊക്കെ അറിയില്ലേ? അറിയാം. ഇവിടെയാണ് നമ്മുടെ ചില പോരായ്മകളുള്ളത്. നമ്മൾ പറയും, നമ്മുടെ കാര്യങ്ങളൊക്കെ തമ്പുരാൻ അറിയില്ലേ? വചനം പറയുന്നുണ്ട്, നിൻ്റെ തലയിൽ ഒരു മുടിനാര് നിലത്ത് വീഴണമെങ്കിൽ അത് തമ്പുരാൻ അറിയണം. പക്ഷേ ചില സമയത്ത് ദൈവത്തിന് ഇച്ചിരി സ്വാർത്ഥതയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ കാര്യങ്ങളൊക്കെ എണ്ണി മൂപ്പരോട് പറയണം, പങ്കുവെക്കണം. അവർക്കറിയാം, ദൈവത്തിനറിയാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ വചനം പറയുന്നുണ്ടെന്ന് അറിയില്ലേ? അറിയുന്നുണ്ട്. പക്ഷെ ഞാനിതിനു വേണ്ടി എത്രമാത്രം ഒരുങ്ങിയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ കണ്ണീരൊഴുക്കുകയും ചെയ്തിട്ട് ഇപ്പം ഇവിടെ നിൽക്കണേന്നറിയോ? അറിയില്ലേ? ഈ വചനം പറയണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാവണം. എൻ്റെ നാവിൽ ഞാനല്ല സംസാരിക്കേണ്ടത്, എൻ്റെ കർത്താവ് സംസാരിക്കണം. ഒക്കെ കർത്താവിനറിയാം. പക്ഷേ ഞാനതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ ചിന്തകളും എല്ലാ ഹൃദയ വിചാരങ്ങളും എല്ലാം അവൻ അറിയുന്നുണ്ട്. പക്ഷേ അവനോട് പങ്കുവെച്ചുകൊണ്ടിരിക്കണം. അത് പാപത്തിൻ്റെ മേഖലയായിരിക്കോട്ടെ, സന്തോഷത്തിൻ്റെ മേഖലയായിരിക്കോട്ടെ, സമാധാനത്തിൻ്റെ മേഖലയായിരിക്കോട്ടെ, രോഗത്തിൻ്റെ മേഖലയായിരിക്കോട്ടെ, എന്ത് മേഖലകളായിക്കോട്ടെ. പക്ഷെ അവനോട് ഷെയർ ചെയ്യാൻ നമുക്കൊരുറ്റ സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവനോട് പറയില്ലേ? ഒരാത്മാർത്ഥൊരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അപ്ഡേറ്റ് നമ്മൾ അവരോട് പറയും, ഇല്ലേ? രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഞാൻ ഇന്നവരെ വിളിച്ചു, ഞാൻ ഇന്നവരോട് സംസാരിച്ചു, ഞാൻ ഇന്നത് കഴിച്ചു.
നാളെ ഇന്നത് ചെയ്യണം അല്ലേ, ഇന്ന വഴിക്ക് പോകണം, ഇതൊക്കെ നമ്മൾ പറയാറില്ലേ? ഉണ്ട്, പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവിനോട് നമ്മൾ എത്രമാത്രം ഷെയർ ചെയ്യണം? അപ്പം ആ രീതിയിൽ ഇവർ ഷെയർ ചെയ്ത് എല്ലാം നമ്മൾ പങ്കുവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ കാര്യങ്ങളെല്ലാം യേശുവിനോട് പറയണം. അത് രോഗാവസ്ഥയായിക്കോട്ടെ, എന്ത് സങ്കടം ആയിക്കോട്ടെ, പാപത്തിൻ്റെ മേഖലയായിക്കോട്ടെ, എല്ലാം ദൈവമേ എനിക്കതങ്ങനെ സംഭവിച്ചു പോയി, അല്ലെങ്കിൽ ഞാനങ്ങനെ വീണു പോയി, അല്ലെങ്കിൽ ഞാനങ്ങനെ സംസാരിച്ചു പോയി, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, ഇതെല്ലാം ദൈവത്തിനറിയാം. പക്ഷേ അത് ദൈവത്തോട് ഷെയർ ചെയ്യുവാനും ആ അവസ്ഥ നമുക്ക് പങ്കുവെക്കുവാനായിട്ട് നമ്മൾ സാധിക്കണം. ഇനി 24-ാമത്തെ വാക്യത്തിൽ 27-ാമത്തെ വാക്യം വായിച്ച്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങൾ. ഒരു മിനിറ്റ്, ഞാനിവിടെ വായിച്ചു നിർത്തിയത് 19-ാമത്തെ അല്ലേ? 20-ാമത്തെ വാക്യം. ഞങ്ങളുടെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിലെങ്കിൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവൻ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിലേക്ക് ഓടി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നല്ലോ. മതി, നിർത്ത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതൊക്കെ കർത്താവിന് അറിയോ? കൂടെ വന്ന ആൾക്കറിയില്ലേ? ക്ലേബസിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി യേശുവാന്ന് നമുക്കറിയാം, പക്ഷെ അവർക്കറിയത്തില്ല. പക്ഷേ ഇതെല്ലാം അനുഭവിച്ച ആളോടല്ലേ ഇതെല്ലാം പറയണേ? ആണോ? ആണ്. ഇത് തന്നെയാണ് പങ്കുവെക്കൽ. നമ്മൾ യേശുവിനോട് എല്ലാം പങ്കുവെച്ച് മുമ്പോട്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇനി 27-ാമത്തെ വാക്യം. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആര് വ്യാഖ്യാനിച്ചു കൊടുത്തു? യേശു ക്ലെയോപ്പോസിനും കൂടെ ഉണ്ടായിരുന്ന ആളായ ഭാര്യയ്ക്ക് വിരിച്ചു കൊടുത്തു. ഈ വചനം പറയുമ്പോൾ എമോസിലേക്ക് അവർ പോയത് ഏത് മാനസികാവസ്ഥയിലാണ് നമുക്കറിയാം അല്ലേ? പ്രിയപ്പെട്ടവൻ്റെ വേദനയിൽ, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, ഇനി കാണാൻ പറ്റുന്നുള്ള വേദനയിലൊക്കെ അവർ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവും ചില പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രതീക്ഷയില്ലാതെ ഇനി മുമ്പോട്ട് സാധ്യമല്ല എന്ന രീതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഓടി എങ്ങോട്ടാണ് വരുന്നത്? നമ്മൾ വരുന്നത് എങ്ങോട്ടാ വന്നെ? ദേവാലയത്തിലേക്ക് അല്ലേ? സുഖവും സന്തോഷമുള്ളപ്പോഴൊന്നും ആരും ദേവാലയത്തിൽ വരില്ല. ഒത്തിരി സന്തോഷമുള്ളപ്പോഴൊന്നും, ചില വിഷമം വരുമ്പോൾ, ചില സങ്കടം വരുമ്പോൾ ഓടി ദേവാലയത്തിലേക്ക് വരും അല്ലേ? അപ്പം ഈ എമോവോസിലേക്കുള്ള യാത്രയിൽ എമോവോസിലേക്ക് അവർ പോവുകയാണ് അല്ലേ? പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് തിരിച്ചു വരണമെങ്കിൽ യേശു ആരാന്ന് അവർക്ക് അറിയത്തില്ല, കൂടെയുള്ള ആളാരാന്ന് അറിയത്തില്ല. പക്ഷേ ഈ കൂടെയുള്ള വ്യക്തി മോശയെക്കുറിച്ചും നേരത്തെ പറഞ്ഞ വാക്കുകൾ അറിയാം ഇല്ലേ? മുകളിൽ നമ്മൾ വായിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ എന്ന യേശുവിനോട് ഇവർ പങ്കുവെച്ചു. പക്ഷേ അതിന് പുറമെ യേശു മോശയെക്കുറിച്ചും മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചും തന്നെപ്പറ്റി എഴുതിയ എല്ലാ കാര്യങ്ങളും ഇവർക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കുക, വചനം പങ്കുവെച്ച് കൊടുക്കുകയാണ്. ഈ വചനം കർത്താവ് മോശ മുതൽ എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും വിശുദ്ധങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു കൊടുത്തു. അഥവാ വചനം മുറിച്ച് ഇവർക്ക് കൊടുക്കുകയാണ്. വചനം മുറിച്ച് കൊടുക്കണമെങ്കിൽ എവിടെ വരണം? നമ്മളാണെങ്കിൽ നമുക്ക് ദേവാലയത്തിൽ വരണം അല്ലേ? യേശു വചനം മുറിച്ച് ഇവർക്ക് കൊടുക്കുകയാണ്. വ്യക്തമായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അവർ വചനം കൊണ്ട് അവർ നിറയ്ക്കുകയാണ്. യേശു മോശ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങൾ, യേശുവിനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇവർക്ക് ഒരു പ്രതീക്ഷ വരാൻ, അല്ലെങ്കിൽ ഒരു പ്രത്യാശയിലേക്ക് അവർ കടന്നു വരാൻ, അവർക്കൊരു ആശ്വാസം കിട്ടുവാൻ വേണ്ടിയിട്ട് ഇത് പങ്കുവെച്ച് കൊടുക്കുക. 29-ാമത്തെ വാക്യം.
താഴേക്ക് വായിക്കാം. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. മതി. ഇവര് പ്രതീക്ഷ നഷ്ടപ്പെട്ട് എമോബോസിലേക്ക് ഉള്ള യാത്രയാണ്. ഇതുപോലെയാണ് നാം ഓരോരുത്തരും വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നേരെ വരുന്നത് ദേവാലയത്തിലേക്കും ബലിപീഠത്തിൻ്റെ അരികിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ പ്രശ്നങ്ങളുടെ മേല്, പ്രതിസന്ധികളുടെ മേല്, നമ്മുടെ ഓരോ അവസ്ഥകളിൽ മേല് അവന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഇതിലേക്ക് കടന്നു വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വലിയ സജീവമാകണമെങ്കിൽ വചനം നമ്മൾ അറിയണം. വചനം അറിയാൻ പറ്റുമോ? നമ്മൾ ഓരോ ബലിയും നമ്മൾ ശ്രദ്ധിച്ചോ? നമ്മൾ ബലിയിൽ, വിശുദ്ധ ബലിയിൽ ഉദാസീനത കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് വചനം അറിയത്തില്ല. നമുക്ക് വചനം അറിയാത്തത് കൊണ്ടാണ് അവിടെ നമ്മുടെ വായനയിൽ അല്ലെങ്കിൽ പാട്ടിൽ ഒക്കെയും ആ വചനം എവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വചനം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമുക്ക് ആ ബലിയിൽ ഉദാസീനത കൂടാതെ നിൽക്കുവാനായിട്ടും സജീവമായിട്ട് നിൽക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ പറയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? അച്ഛന്മാർ പ്രാർത്ഥിച്ചിരുന്നതിനനുസരിച്ച് നമ്മൾ പ്രതിവാക്യമായിട്ട് ചെല്ലുന്നുണ്ട്. ഈ പ്രാർത്ഥന എവിടെയാ ബൈബിൾ കൊടുത്തേക്കണം? എവിടെയാ? സുവിശേഷത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. ആ ഒരു ബോധ്യം ആ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകും അല്ലേ? യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്നും അത് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഏറ്റു ചെല്ലുമ്പോൾ കുറച്ചും കൂടി അത് ആത്മാർത്ഥമായിട്ട് ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ? ഇപ്പം അപ്പം മുറിക്കുന്ന സമയത്ത് നമ്മൾ എവിടേക്ക് പോകണം? സെഹ്യോൻ മാളികയിലേക്ക് പോകണം. ഈ ബലിപീഠത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ സെഹ്യോൻ മാളികയിലേക്ക് ചെന്ന് നോക്കിക്കേ, നമ്മുടെ മനസ്സ് സെഹ്യോൻ മാളികയിലേക്ക് പോയി നോക്കിക്കേ. ആ കർത്താവ് അനുഭവിച്ച ആ സമയത്തെ അവസ്ഥ, മാനസിക സംഘർഷം, സഭയെ മുമ്പോട്ട് നയിക്കുവാൻ അല്ലെങ്കിൽ താൻ വരുന്നത് വരെ ഈ അപ്പവും വീഞ്ഞും ഇല്ലേ പങ്കുവെച്ചുകൊണ്ടിരിക്കണം, ഇത് തുടർന്നു കൊണ്ടിരിക്കണം, ഞാൻ രണ്ടാമത്തെ വരവിൽ ഞാൻ വരുന്ന സമയം വരെയും ഇത് തുടർന്നു കൊണ്ടിരിക്കണമെന്ന വാഗ്ദാനങ്ങളൊക്കെ തന്ന് മുറിച്ചു കൊടുത്തതാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അത് നമുക്കറിയാത്തത് കൊണ്ടാണ് പല സമയത്തും നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഉണർവോടെ സജീവമായിട്ട് നിൽക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് ആദ്യം വചനം മുറിച്ചു കൊടുത്തത് അവർക്ക്. മോശ തുടങ്ങി പറഞ്ഞത്, ലിഖിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് പങ്കുവെച്ചു കൊടുത്തു. ഇനി 30-ാമത്തെ വാക്യം. അവരോടൊപ്പം അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അതെവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. എവിടെയാ? സെഹ്യോൻ മാളികയിൽ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 19-ാമത്തെ പെസഹ പെരുന്നാളിന് അപ്പവും വീഞ്ഞും എടുത്ത് തൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇനി ഈ ശിഷ്യന്മാര് അവർ ഒരുമിച്ചിരുന്ന അല്ലേ യേശുവിനോട് കൂടി ചേർന്നിരുന്നു. അപ്പോൾ 31-ാമത്തെ വാക്യം. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. എപ്പോഴാണ് കണ്ണ് തുറക്കപ്പെട്ട്? അപ്പം കഴിച്ചപ്പോൾ. നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകുക, സമയാധികം ഇല്ലെങ്കിൽ പോലും. ആദാമും ഹവ്വായും വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടത് എന്തിലേക്കാണ്? മനുഷ്യരുടെ തകർച്ചയിലേക്കും. തകർച്ചയുടെ ആരംഭമായിരുന്നു അല്ലേ? മനുഷ്യരുടെ തകർച്ചയുടെ ആരംഭമായിരുന്നു ആദാമും ഹവ്വായും വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ. എങ്കിൽ അതുപോലെ തന്നെ അവിടെ ഒരു ഭാര്യയും ഭർത്താവും ആണോ? ആണ്. ആദ്യ മാതാപിതാക്കൾ ആദാമും ഹവ്വായും. ഇവിടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ലയോഫാസും ഭാര്യയും, 2 കപ്പിൾസ് അല്ലേ? പഴയ കപ്പിൾസും പുതിയ കപ്പിൾസും. ആദ്യത്തെ ആദാമും ഹവ്വായും വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ മനുഷ്യരുടെ തകർച്ചയുടെ ആരംഭം തുടങ്ങിയെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ സന്തോഷത്തിൽ നിന്നെല്ലാം തകർന്ന തരിപ്പണമായി പുറത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇവിടെ പുതിയ നിയമത്തിൽ അപ്പം മുറിച്ച് ജീവൻ്റെ അപ്പവും അല്ലേ അത് പങ്കുവെച്ച് കൊടുത്തപ്പോൾ
ക്ലെയോപ്പാസിലും ഭാര്യയ്ക്കും എന്താ സംഭവിച്ചത്? കണ്ണ് തുറക്കപ്പെട്ടു. അവരെന്തിലേക്കാണ് കണ്ണ് തുറന്നത്? തകർച്ചയിലേക്കാണോ? അല്ല, അവർ കണ്ണ് തുറന്നത് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യജീവനിലേക്കും അവർ കണ്ണ് തുറക്കപ്പെട്ടു. ഇവിടെ വേറൊരു ഇതോടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ സായാഹ്നത്തിൽ ആദാമിൻ്റെ ഹവ്വയുടെ കൂടെ നടന്ന ആരാ? ദൈവം ഇല്ലേ? അതേ ദൈവമാണ് ഇവിടെ പുതിയ നിയമത്തിൽ ക്ലെയോപ്പാസിൻ്റെയും ഭാര്യയുടെയും കൂടെ നടന്ന ആള് ആണോ? ആ ദൈവമാണ് ഇവിടെ ഇവരുടെ കൂടെ നടന്നത്. പഴയ നിയമത്തിൽ ആദാമും ഹവ്വായും വിലക്കപ്പെട്ട കനി തിന്ന് അവർ നാശത്തിലേക്കും അല്ലെങ്കിൽ നിത്യമരണത്തിലേക്കും അവർ കടന്നു പോയപ്പോൾ ഇവിടെ മുറിക്കപ്പെട്ട അപ്പവും വീഞ്ഞും കർത്താവാണെന്ന് അവർക്കറിയില്ല, എങ്കിലും വീട് കൊടുത്ത് അവർ ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. എന്തിലേക്കാ? സമാധാനത്തിലേക്കും നിത്യജീവനിലേക്കും അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ഇനി ഈ കർത്താവ് അപ്പവും വീഞ്ഞും മുറിച്ചു കൊടുത്തു. താഴത്തെ വാക്യം നോക്കിക്കേ പെട്ടെന്ന്. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവരെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ സമയം തന്നെ ആളെങ്ങോട്ട് പോയി, പിന്നെ കണ്ടില്ല ആളെ. അവിടെ 2 പ്രസൻസിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ 2 പ്രസൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒന്ന്, കർത്താവായ യേശു കൂടെ ആളായിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഒരു മനുഷ്യനായിട്ട് ഇല്ലേ? ഇവരുടെ കൂടെ നടന്ന വർത്താനം പറഞ്ഞ് കൂടെ നടന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷേ അപ്പം മുറിച്ച് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പെട്ടെന്ന് അപ്രത്യക്ഷമായി. എന്തുകൊണ്ടാണ്? അവിടെ 2 പ്രസൻസിൻ്റെ ആവശ്യം ഇല്ല. അപ്പത്തിലും വീഞ്ഞിലും ആരുണ്ട്? യേശുവുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ആൾ വേണോ? വേണ്ട. ഈ അപ്പവും വീഞ്ഞുമാണ് ഇന്ന് നമ്മളവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെ ആ ജീവനുള്ള അപ്പം അല്ലെങ്കിൽ ആ ജീവനുള്ള രക്തം നമ്മൾ കഴിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദാമിനും ഹവ്വായ്ക്കും സംഭവിച്ച ആ അവസ്ഥയിലേക്കല്ല നമ്മൾ ഓരോ ദിവസവും ഓരോ ബലിയിലും നമ്മൾ പോകേണ്ടത്. മറിച്ച് എന്താണ് നമ്മൾ ചിന്തിക്കണം? നിത്യജീവനിലേക്ക്, നിത്യ ആനന്ദത്തിലേക്ക്, നിത്യപ്രതീക്ഷയിലേക്ക്, പ്രത്യാശയിലേക്ക് കടന്നു വരുവാനായിട്ട് ഓരോ ബലിയിലും നമ്മൾ സജീവമായിട്ട് ആയിരിക്കുക. ഓരോ വിശുദ്ധ കുർബാനയും നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഏറെ കുറവുകളുണ്ട്, ഏറെ കുറ്റങ്ങളുണ്ട്, പാപത്തിൻ്റെ മേഖലയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ ആദാമിനെയും ഹവ്വായെ പോലെ അല്ല നമ്മൾ ആവേണ്ടത്. മറിച്ച് ക്ലെയോപ്പാസിൻ്റെ ഭാര്യയായ മറിയാമിനെ പോലെ നമ്മൾ നിത്യജീവൻ പ്രാപിക്കാൻ പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞിരുന്നുകൊണ്ട് അല്ലെങ്കിൽ യേശുവിനെ കൂടുതൽ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ പ്രത്യാശയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയ ദൈവമക്കളെ, കൂടുതൽ വിശദീകരിച്ച് പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ നിർത്തും. ദൈവത്തിൻ്റെയോട് കൂടെ ചേർന്നിരിക്കാൻ നമുക്ക് പലപ്പോഴും, നമ്മൾ മനുഷ്യരാണ്, 100% നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. യേശു കൂടെ വരണമെങ്കിൽ, യേശു നമ്മുടെ കൂടെ ചേർന്നിരിക്കണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. ചില സുഖവും സന്തോഷങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. സിസ്റ്റർ ജീവിതത്തിൽ അത് തന്നെ കുറേ അനുഭവങ്ങളിലൂടെ സിസ്റ്റർ കടന്നു പോകുന്നുണ്ട്. ഒരു നിമിഷം പാപത്തിൻ്റെ മേഖലയിലേക്കോ ചിന്തയിലേക്കോ അകപ്പെട്ടു പോയാൽ തീവ്രമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കും, ഇനി ചെയ്യില്ല, ഇനി ആ മേഖലയിലേക്ക് പോകത്തില്ല. പക്ഷേ അറിയാതെ പിന്നെയും വഴുതി പോകും. ആ പോകുന്നതിനനുസരിച്ച് ദൈവത്തിൽ നിന്നുള്ള കൃപ കുറഞ്ഞു പോകുന്നു എന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബലഹീനത മുഖാന്തരം, നമ്മുടെ കുറവ് മുഖാന്തരം നമുക്ക് പിന്നെയും നമ്മൾ അതിലേക്ക് താണു വീണ് പോയിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ദൈവസ്നേഹം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ പറയുകയാണ്, ദൈവത്തിൻ്റെ ആ കരുതലും സ്നേഹവും അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ പറയുക, പരമാവധി പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നടപ്പിലും വിചാരത്തിലും ഹൃദയവിചാരത്തിലെല്ലാം ആത്മാർത്ഥമായി ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കും.
100%, 110% ഞാൻ പറയുന്നു അത് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ പരിശ്രമം മുഖേന പെട്ടെന്ന് സാധിക്കില്ല. ഒരു ബലിയിൽ നമ്മൾ സംബന്ധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടിയതുകൊണ്ടോ വചനം വായിച്ചതുകൊണ്ടോ മാത്രം നമുക്ക് സാധിക്കുകയില്ല. നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. നമ്മൾ ശ്രമിച്ചാൽ നടക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ നമുക്ക് ജീവിക്കുവാൻ, ആ കൃപയിലൂടെ നടക്കുവാൻ, ആ കൃപയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ, നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് ഇരിക്കുവാൻ, ആ ദൈവസ്നേഹം അവർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം.